നമസ്കാരം, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും മെറി ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ എല്ലാ ആൾക്കാരും ഇരിക്കുകയാണ്. മാർക്കറ്റും അതുപോലെ തന്നെയാണ്. മാർക്കറ്റ് ഒരു വോളിയം കുറഞ്ഞ രീതിയിലായിരിക്കാം മേ ബി ഇന്ന് ട്രേഡ് ചെയ്യപ്പെടാം. കാരണം ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ കൂട്ടാവധിയിലേക്ക് പോയി. ഇന്നലെ US മാർക്കറ്റ് ഗംഭീരമായ ഒരു റാലി നടത്തിയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് പൊതുവേ ഒരു പോസിറ്റീവ് ഫീലാണ് മാർക്കറ്റിൽ നിലവിലുള്ളത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ആദ്യം നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 99,000 വീണ്ടും 1,00,000ത്തിലേക്ക് കടന്നു വരികയാണ്. 1,07,000 വരെ പോയ ബിറ്റ്കോയിനിൽ കനത്ത ഒരു ഇടിവ് കണ്ടിരുന്നു. തൊട്ടു താഴെ ബ്രന്റ് ഓയിൽ 73, തൊട്ടു താഴെ ഗോൾഡും $2,621 പെർ ഔൺസ് എന്ന നിലയിലാണ് നിൽക്കുന്നത്. ഒട്ടുമിക്ക ഏഷ്യൻ മാർക്കറ്റും ഇന്ന് അവധിയിലാണ്. എന്നാൽ ഇന്നലെ US മാർക്കറ്റ് രണ്ടും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരുന്നു. നാസ്ഡാക്കും ഡോയും നല്ലൊരു റാലി രേഖപ്പെടുത്തി. നാസ്ഡാക്ക് ഏകദേശം ഒരു 1.5% റാലി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഇന്ന് നോക്കേണ്ടത് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. അതുമാത്രമല്ല എല്ലാ സ്റ്റോക്കുകളുടെയും എക്സ്പയറിയാണ്. അപ്പം മാർക്കറ്റ് ഇടിഞ്ഞ് ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പതിയെ ഒരു റിക്കവറി സ്റ്റേജിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഹോൾഡ് ചെയ്ത കോൺട്രാക്റ്റുകളെല്ലാം തന്നെ ഇന്ന് റോൾ ഡൗൺ ഒക്കെ ചെയ്യപ്പെടുന്നൊരു ദിവസമാണ്. നിഫ്റ്റി 23,727 നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. 24,000 മേജർ റെസിസ്റ്റൻസ് സോണായിട്ടും കാണുന്നുണ്ട്. എന്നാൽ 24,000 എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ സ്പോട്ടിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ്. ഒരു ഷോർട്ട് കവറിങ് റാലി US മാർക്കറ്റിൽ ഉണ്ടായ പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായാൽ ഇപ്പോൾ വളരെ അഡ്ജസ്റ്റൻ്റായിട്ട് 24,000 മറികടക്കില്ല എന്ന് കരുതുന്ന അത്രയും ഹ്യൂജ് കോൺട്രാക്റ്റെല്ലാം തന്നെ അത് ആളുകളെല്ലാം തന്നെ എക്സിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊരു ഷോർട്ട് കവറിങ് റാലിക്ക് കാരണമാകും. അങ്ങനെ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് ഉണ്ടായിരുന്നത്. എന്നാൽ തിങ്കളാഴ്ച ദിവസം ഗംഭീരമായിട്ടുള്ളൊരു റാലി ഉണ്ടായിരുന്നു. എന്നാൽ മാർക്കറ്റിൽ ഇത്ര ശക്തമായ ഒരു ഇടിവിന് ശേഷം വലിയൊരു റാലി ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ ഒരു 1,000 പോയിൻ്റൊക്കെ പോകുന്ന തരത്തിലുള്ള റാലിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള റാലി ആണ് നിക്ഷേപകർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം നിഫ്റ്റിയൊക്കെ കഴിഞ്ഞ ആഴ്ച തന്നെ 1,200 പോയിൻറ്റിൻ്റെ ഒരു ഇടിവ് കണ്ടിട്ടുണ്ട്. ഇനി അതും US മാർക്കറ്റിൽ അതിൻ്റെ മൂല കാരണം US മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൻ്റെ അഭാവം. അതേ US മാർക്കറ്റ് തിരിച്ച് കയറിയപ്പോൾ ഇന്ത്യൻ മാർക്കറ്റും തിരിച്ച് കയറപ്പെടേണ്ടതാണ് ലോജിക്കലി നോക്കുകയാണെങ്കിൽ. അതല്ലെങ്കിൽ ഇവിടെ ഒരു മോശമായിട്ടുള്ള ലോക്കൽ ക്യൂസ് വേണം. ഇവിടെ മോശമായിട്ടുള്ള ലോക്കൽ ക്യൂസ് ഇല്ല. ഗ്ലോബൽ മാർക്കറ്റിന് അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്ന ഇന്ത്യൻ മാർക്കറ്റിന് ഗ്ലോബൽ മാർക്കറ്റ് റിക്കവറി ആകുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് കയറേണ്ടതാണ്. ഇനി ഇന്നത്തെ കുറേ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുകയാണെങ്കിൽ നാൽക്കോ ഇന്ത്യ ഇവരുടെ കൽക്കരി ഉൽപ്പാദന ശേഷി 4 മില്യൺ ടൺ പെർ ആനത്തിലേക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. BPCL കമ്പനി 150 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ഒരു പുതിയ പവർ പ്രോജക്റ്റ് NTPC ആയിട്ട് അവർ സൈൻ ചെയ്തു. ഭാരത് ഫോർജ് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. 39 മില്യൺ യൂറോയാണ് ഇവരുടെ സബ്സിഡറി കമ്പനീസിന് വേണ്ടിയിട്ട് ഇവർ സ്പെൻഡ് ചെയ്യുന്നത്. സീമക്ക് കമ്പനി ഏഷ്യൻ എനർജി സർവീസായിട്ട് ഇവർ 2.47 മില്യൺ വാല്യൂ ഉള്ള ഒരു പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. INA സ്വിഫ്റ്റ് കമ്പനി ഇവർ 100% എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഓർഡർ GMP കമ്പനിയായിട്ട് ഇവർ സൈൻ ചെയ്തതായിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട്. രാംകി ഇൻഫ്ര കമ്പനി 215 കോടി രൂപയുടെ ഒരു ഓർഡർ ഹൈദരാബാദ് മെട്രോപൊളിറ്റൻ വാട്ടർ സപ്ലൈ ആൻഡ് സ്വീവേജ് ബോർഡറായിട്ട് ഇവർ സൈൻ ചെയ്തു. നാഷണൽ അലൂമിനിയം കമ്പനി ഇവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്തുകയാണ്. പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. വാൽചന്ദർ നഗർ ഇൻഡസ്ട്രീസ് കമ്പനിക്ക് മേജർ പർച്ചേസ് ഓർഡർ ഉത്തര കൊറിയയിൽ നിന്ന് ലഭിച്ചു. 5.3 മില്യൺ US ഡോളറിൻ്റെ. ക്യാപിറ്റൽ ഇന്ത്യ ഫിനാൻസ് കമ്പനി ഇവർ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് 1:5 റേഷ്യോയിലേക്ക്. NTPC ഗ്രീൻ കമ്പനി ഇവരുടെ ലോക്കിംഗ് പീരീഡ് തീരുകയാണ്. IPO റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ് NTPC ഗ്രീൻ.
ഈ ലോക്കിൻ പീരീഡ് തീരുക, അതിനർത്ഥം ആളുകൾ വിറ്റ് മാറുക എന്നുള്ള പെർസ്പെക്റ്റീവ് ഇല്ല. അതിലുപരി ആളുകൾക്ക് വേണമെങ്കിൽ വിൽക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പേടി കൊണ്ട് സ്റ്റോക്ക് സ്ലൈറ്റ്ലി ഫോൾ ആവാറുണ്ട്. വെൽസ്പൺ കോർപ്പ് കമ്പനി, ഇവർ മിഡിൽ ഈസ്റ്റ് എസ്പെഷ്യലി സൗദി അറേബ്യയിൽ നിന്ന് ഇവർക്ക് മേജർ പൈപ്പ് ഇൻറ്റിഗ്രേറ്റഡ് കമ്പനിയാണല്ലോ വെൽസ്പൺ ഇന്ത്യ. അപ്പോൾ പൈപ്പിൻ്റെ സ്റ്റീൽ പൈപ്പുകളുടെ എല്ലാം തന്നെ ഓർഡർ ലഭിച്ചതായിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയെല്ലാം തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ടുള്ളൊരു നിലയിലാണ്. അത് തന്നെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ക്ലോസ് ഉണ്ടായിരുന്നത് 23,770 ക്ലോസ് ഉണ്ടായിരുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 23,800 എന്ന നിലയിലാണ്. അതായത് ഭീകര ഗ്യാപ്പ് അപ്പ് ഇല്ല, എന്നാൽ ഗ്യാപ്പ് ഡൗണുകളൊന്നും ഇല്ലാത്തൊരു മാർക്കറ്റാണ് ഉള്ളത്. US മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സ്പൈക്ക് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് തിരികെ ദുബായ്, ഇവിടുത്തെ ആക്ടിവിറ്റീസ് കഴിഞ്ഞു. ഇന്ന് തിരികെ ദുബായിൽ പോകും. 3 ദിവസം ദുബായിലുണ്ടാവും. അതിനുശേഷം അബുദാബിയിലായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം വീണ്ടും ദുബായിലേക്ക് വരും. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്കറ്റ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.